ഖാദിരിയ്യ ത്വരീഖത്തിന്റെ അഭിവന്യ ഗുരു ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി മഹാനവറുകളുടെ അഭിവന്ദ്യരായ ഖലീഫമാരെ, പണ്ഡിത ശ്രേഷ്ഠരെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഖുത്ബുസ്സമാൻ ചേളാരിയിൽ എന്ന തലവാചകത്തിൽ, എന്ന ശീർഷകത്തിൽ ചേളാരി ഏരിയ ജൈലാനി സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന ത്വരീഖത്ത് സമ്മേളനത്തിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. ജഗന്നിയന്താവായ തമ്പുരാൻ ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കേരളക്കര ഇന്ന് ഏറ്റവുമധികം മതമേഖലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തസവ്വുഫ്, ആധ്യാത്മിക മേഖലയെക്കുറിച്ച്. പലരും അതിന്റെ ബാഹ്യവശങ്ങളെക്കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യുന്നു. എന്താണ് തസവ്വുഫ്, എന്താണ് ത്വരീഖത്ത് എന്നതിനെക്കുറിച്ച് അടുത്തറിയാത്ത, ബാഹ്യമായി മാത്രം എന്തൊക്കെയോ പഠിച്ചു വെച്ച ആളുകളാണ് ഇതേക്കുറിച്ചുള്ള ചർച്ചകളും സെമിനാറുകളും സിംപോസിയങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി ചിശ്തി മഹാനവറുകൾ എന്താണ് പരിശുദ്ധമായ ത്വരീഖത്ത് എന്നും എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആധ്യാത്മിക വശം എന്നതിനെക്കുറിച്ചും ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. എന്താണ് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സമകാലിക പ്രതിനിധിയായ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ഈ സമൂഹത്തിന് പകർന്നേകുന്ന മഹിതമായ സന്ദേശം? അതൊരു പുതിയ സന്ദേശമല്ല, അതൊരു പുതിയ ചിന്താധാരയല്ല, ഒരു പുതിയ ഫിലോസഫിയുടെ സമർപ്പണമല്ല മഹാനവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് പരിശുദ്ധരായ പ്രവാചകൻ ത്വഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പകർന്നേകിയ പരിശുദ്ധമായ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ തനിയാവർത്തനമാണ് മഹാനവറുകൾ ഈ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാതെ പുതിയൊരു ചിന്താധാരയല്ല. എന്താണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിൽ നിർവഹിച്ച മഹിതമായ ദൗത്യം? പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിൽ നിർവഹിച്ച മഹിതമായ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ നിർവഹിച്ച മഹിതമായ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. തീർച്ചയായും ജഗതിയന്താവായ സർവേശ്വരൻ റബ്ബ് സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു അനുഗ്രഹമാണ് മുഅ്മിനീങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആ സമൂഹത്തിൽ നിന്ന് തന്നെ അവരുടെ ഭാഷയറിയുന്ന, അവരുടെ സംസ്കാരം അറിയുന്ന, അവരുടെ ജീവിതശൈലി അറിയുന്ന ഒരു വ്യക്തിയെ പ്രവാചകനായി നിയോഗിക്കുക വഴി വല്ലാത്തൊരു അനുഗ്രഹമാണ് നാഥൻ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രവാചകൻ ചെയ്ത ദൗത്യം? എന്താ പ്രവാചകൻ ചെയ്ത ദൗത്യം? യത്ലു അലൈഹിം ആയാതി. പ്രവാചകർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു വെച്ച ദൗത്യം എന്താണ്? യത്ലു അലൈഹിം ആയാതി. ജഗതിയന്താവായ തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ ആ സമൂഹത്തിന് ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. പോരാ, വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. എന്താണത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു.
പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തിന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തെ സംസ്കരിച്ചു. ഏത് സമൂഹത്തെയാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസ്കരിച്ചത്? സകല വൃത്തികേടുകളുടെയും സകല അനാശാസ്യത്തിന്റെയും സകല അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും അടിമകളായിരുന്ന അറുവശലൻ അറേബ്യൻ സമുദായത്തെ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ തൗഹീദിന്റെ ദിവ്യ ദീപ്തി കൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളാക്കി മാറ്റിയെടുത്തു. വ്യക്തമായ വഴികേടിലായിരുന്നു ആ സമൂഹം. ആ സമൂഹത്തെയാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസ്കരിച്ചെടുത്തത്. ഏത് രീതിയിലുള്ള സംസ്കരണ പ്രവർത്തനമാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്? ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടാണോ? ഒരുപാട് അവരോട് സംസാരിച്ചു കൊണ്ടാണോ? ഒരുപാട് സിംബോസിയങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയുമാണോ? അല്ല, അവരുടെ ഹൃദയങ്ങളെ സംസ്കരിക്കുക എന്ന മഹിതമായ ദൗത്യമായിരുന്നു പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചത്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബാക്കിറാം അവർ വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ ആര് പിന്തുടർന്നാലും നിങ്ങൾക്ക് വിജയത്തിന്റെ ഓരത്തെത്താമെന്ന് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ നോക്കൂ നിങ്ങൾ, സകല വൃത്തികേടുകളുടെയും അടിമകളായിരുന്ന അതിന്റെ വാക്താക്കളും വിധാതാക്കളുമായിരുന്ന ഒരു സമൂഹത്തെ നോക്കിയാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബാക്കിറാം വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പോരാ, ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾക്ക് വിജയത്തിന്റെ ഓരത്തെത്താമെന്നാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എങ്കിൽ ആലോചിക്കൂ നിങ്ങൾ. 1.25 ലക്ഷത്തോളം വരുന്ന അനുചര വൃന്ദത്തെ നോക്കിയാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എന്റെ 1.25 ലക്ഷത്തോളം വരുന്ന ഈ അനുചര വൃന്ദത്തിൽ നിന്ന് ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് വിജയത്തിന്റെ ഓരത്തെത്താമെന്ന് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം പ്രബോധന ദൗത്യത്തിലേക്ക് കടന്നു വന്ന ഒരു വക്താവ്, ഒരു നേതാവ് പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചത്. 1.25 ലക്ഷത്തോളം വരുന്ന അനുചര വൃന്ദത്തിൽ ആരെ പിന്തുടർന്നാലും വിജയത്തിന്റെ ഓരത്തെത്താമെന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അവർ എത്രമാത്രം ഔന്നിത്യമുള്ളവരാണ്, അവർ എത്രമാത്രം ഉത്കൃഷ്ടരാണ്. ആരായിരുന്നു ഇവർ? വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെയാണ് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറയുന്ന ഉന്നതമായ ഒരു വിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് എങ്കിൽ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തിൽ നിർവഹിച്ച സംസ്കരണ ദൗത്യം, സംസ്കരണ പ്രക്രിയ ഈ രീതിയിലുള്ളതായിരുന്നു. ഒരിക്കൽ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു قال كنت عند النبي صلى الله عليه وسلم إذ جاءه حرملة بن زيد رضي الله عنه فجلس بين يدي رسول الله صلى الله عليه وسلم. ഒരിക്കൽ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ആ സന്നിധാനത്തിലേക്ക് ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്നിട്ട് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ-ഈമാനു ഹാഹുന വഅശാറ ബിയദിഹി ഇലാ ലിസാനി വന്നിഫാഖു ഹാഹുന വഅശാറ ബിയദിഹി ഇലാ സദ്രി. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസാന്നിധ്യത്തിൽ വന്നുകൊണ്ട് ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതിപ്പെടുകയാണ്. എന്താണ് മഹാനവറുകളുടെ പരാതി? അൽ-ഈമാനു ഹാഹുന, അൽ-ഈമാനു ഹാഹുന, എനിക്ക് ഈമാനുണ്ട് പ്രവാചകരെ, പക്ഷേ എന്റെ ഈമാൻ നിലകൊള്ളുന്നത് വഅശാറ ബിയദിഹി ഇലാ ലിസാനി, എന്റെ നാക്കിൻ തുമ്പിലാണ് എന്റെ ഈമാനുള്ളത്. വന്നിഫാഖു ഹാഹുന, പക്ഷേ എനിക്ക് നിഫാഖുണ്ട്, എന്റെ നിഫാഖ് കുടികൊള്ളുന്നത് വഅശാറ ബിയദിഹി ഇലാ സദ്രി,
തന്റെ നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ നാക്കിൻ തുമ്പിൽ ഈമാനുണ്ട്, പക്ഷേ എന്റെ ഹൃദയങ്ങളിലുള്ളത് നിഫാഖാണ് എന്ന് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ടപ്പോൾ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പരാതിപ്പെടുന്നത്, എന്റെ നാക്കിൻ തുമ്പിൽ ഈമാനുണ്ട്, എന്റെ ഹൃദയങ്ങളിൽ അല്ലാഹുവേ പരിശുദ്ധരായ പ്രവാചകനോടുള്ള നിഫാഖാണ് എന്റെ ഹൃദയങ്ങളിലുള്ളത്. ഞാൻ നാവുകൊണ്ട് ഒരുപാട് ഈമാനിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വലാ യദ്കുറുല്ലാഹ ഇല്ലാ ഖലീല, ഞാൻ അല്ലാഹുവിനെ വളരെ കുറച്ച് മാത്രമല്ലാതെ ഞാൻ ദിക്ർ ചെയ്യുന്നില്ല, ഞാൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ല, തീരെ ദിക്ർ ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല, സ്മരിക്കുന്നില്ല എന്നല്ല ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മറിച്ച് വലാ യദ്കുറുല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പരിശുദ്ധരായ ഞാൻ നാഥനെ കുറിച്ച് ഓർക്കുന്നത് എന്ന് ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വളരെ വ്യസനത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ, ദുഃഖത്തോടുകൂടെ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിഭവം പറഞ്ഞപ്പോൾ, പരാതിപ്പെട്ടപ്പോൾ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതർഫി ലിസാനി ഹർമല, പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് ഫഖാൽ, പരിശുദ്ധരായ സ്നേഹപൂമേനി പരിശുദ്ധ പ്രവാചകൻ ത്വഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ലഹു ലിസാനൻ സാദിഖ വഖൽബൻ ഷാകിറ വർസുഖ്ഹു ഹുബ്ബി വഹുബ്ബ മൻ യുഹിബ്ബുനി. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിൽ നിഫാഖിന്റെ പരാതിപ്പെട്ടുകൊണ്ട്, നിഫാഖുമായി പരാതിപ്പെട്ടുകൊണ്ട്, ദുഃഖത്തോടുകൂടെ, വ്യസനത്തോടുകൂടെ, ഹൃദയ ശുദ്ധീകരണം ആവശ്യപ്പെട്ടുകൊണ്ട്, സംസ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് ജഗന്നിയന്താവായ നാഥനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ ലഹു ലിസാനൻ സാദിഖ, പരിശുദ്ധരായ നാഥ ഹർമലക്ക് നീ ഒരു സത്യസന്ധമായ നാവ് നൽകണമേ, സത്യസന്ധമായ ഒരു നാവ് നൽകു, സത്യം പറയുന്ന നാവ് നൽകൂ. വഖൽബൻ ഷാകിറ, ശുക്ർ ചെയ്യുന്ന നന്ദിയുള്ള ഒരു ഹൃദയം നൽകൂ. പോരാ, വർസുഖ്ഹു ഹുബ്ബി വഹുബ്ബ മൻ യുഹിബ്ബുനി, വർസുഖ്ഹു ഹുബ്ബി, എന്നോടുള്ള സ്നേഹം നൽകു. പോരാ, വഹുബ്ബ മൻ യുഹിബ്ബുനി, എന്നെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം നൽകു എന്ന് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹർമലത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുവെങ്കിൽ അതാണ് വിജയത്തിന്റെ മാനദണ്ഡം. പ്രവാചകരോടുള്ള സ്നേഹം, പ്രവാചകരെ പ്രേമിക്കുന്നവരോടുള്ള സ്നേഹം, പ്രവാചകരോടുള്ള പ്രേമവും പ്രവാചകരെ പ്രേമിക്കുന്നവരോടുള്ള പ്രേമവുമാണ്, സ്നേഹമാണ്, മഹബ്ബത്താണ് വിജയത്തിന്റെ സൂത്രവാക്യമെന്ന് പരിശുദ്ധനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹർമലത്ത് ബിൻ സയ്യിദ് അൻസാരി റളിയല്ലാഹു അൻഹുവിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചുവെങ്കിൽ അതാണ് വിജയത്തിന്റെ സൂത്രവാക്യം. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തെ സംസ്കരിച്ചത് സുഹബത്തിലൂടെയായിരുന്നു. പ്രവാചകന്റെ ചാരത്തണഞ്ഞു, പ്രവാചകന്റെ സുഹബത്തിലായി കഴിഞ്ഞു എന്നൊരൊറ്റ കാരണത്താലാണ് അവർ ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാരായത്. പ്രവാചകന്റെ സാന്നിധ്യത്തിൽ മുഅ്മിനായി ഒരു വേള നിന്നു, ആ രീതിയിൽ മരണപ്പെട്ടു. അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ, അതാണ് അവരുടെ യോഗ്യത. ആ യോഗ്യത കൊണ്ടാണ് അവരെ നോക്കി പ്രവാചകൻ പറഞ്ഞത്, ആ സുഹബത്ത് അസ്ഹാബി, എന്റെ നമസ്കാരക്കാരെന്നല്ല പ്രവാചകൻ പരിചയപ്പെടുത്തിയത്, എന്റെ നോമ്പ് നോൽക്കുന്നവർ എന്നല്ല പറഞ്ഞത്, എന്റെ ഹജ്ജ് ചെയ്യുന്നവർ എന്നല്ല പറഞ്ഞത്. അതിനേക്കാൾ ഉത്കൃഷ്ടമാക്കിയ ഘടകം അസ്ഹാബി, എന്റെ സഹാബിയായി, എന്റെ കൂടെ കൂടി, എന്റെ സുഹബത്തിലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അവർ നമസ്കരിച്ചില്ല എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. അവർ നമസ്കരിച്ചില്ല എന്നല്ല, അവർ നോമ്പ് നോറ്റില്ല എന്നല്ല, അവർ സകാത്ത് കൊടുത്തില്ല എന്നല്ല, അവർ ഹജ്ജ് ചെയ്തില്ല എന്നല്ല. മറിച്ച് അവരെ ഉന്നതരും ഉത്കൃഷ്ടരുമാക്കിയത്, അവരുടെ നമസ്കാരം നമസ്കാരമാക്കി മാറ്റിയത്, അവരുടെ സകാത്ത് സകാത്താക്കി മാറ്റിയത്, അവരുടെ നോമ്പ് അത് നോമ്പാക്കിയത്, അവരുടെ ഹജ്ജ് ഹജ്ജാക്കി മാറ്റിയ ഘടകം സുഹബത്ത്, പ്രവാചകന്റെ സഹവാസം, പ്രവാചകരോടൊത്തുള്ള സുഹബത്ത്. അതിലൂടെയാണ് അവർ വിജയിച്ചത്. എന്നാൽ ഈ പ്രക്രിയ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവസാനിക്കുന്നില്ല. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തോടുകൂടെ നബിമാർക്ക്
അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തോടുകൂടെ നുബുവ്വത്തിന്റെ പരിസമാപ്തിയായി. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. പിന്നീട് ആ സംസ്കരണ പ്രക്രിയ ഏറ്റെടുക്കുന്നത് പരിശുദ്ധരായ സഹാബാ കിറാമാണ്, പിന്നീട് താബിഈകളാണ്. അങ്ങനെ കാലക്രമേണ മാറ്റം വന്നു. അങ്ങനെയാണ് ഷെയ്ഖ് തർബിയത്ത്, ഷെയ്ഖ് മുരീദ്, ഈ ഒരു സിസ്റ്റം, ഈ ഒരു പദ്ധതി ഇവിടെ നിലവിൽ വന്നത്. പരിശുദ്ധരായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറയുന്നുണ്ട്, വൽ യതഹഖഖ് ബിഅന്ന അല്ലാഹ അസ്സ വജല്ല അജ്റൽ ആദത ബിഅൻ യകൂന ഫിൽ അർളി ശൈഖുൻ വമുരീദുൻ വസ്വാഹിബുൻ വമസ്ഹൂബുൻ വതാബിഉൻ വമത്ബൂഉൻ മിൻ ലദുൻ ആദം ഇലാ അൻ തഖൂമ സഅ. ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറയുന്നു, വൽ യതഹഖഖ് بأن الله عز وجل أجرى العادة بأن يكون في الأرض شيخ ومريد وصاحب ومصحوب وتابع ومتبوع. പരിശുദ്ധരായ നാഥൻ ഒരു ആദത്തിനെ, ഒരു ചര്യയെ അല്ലാഹു ഭൂമി ലോകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ് ആ ചര്യ? ഷൈഖുൻ വമുരീദുൻ, ഒരു ഷൈഖ് മുരീദ് ബന്ധം, വസാഹിബുൻ വമസ്ഹൂബുൻ, പ്രവാചകൻ സ്വഹാബത്ത്, ആ രീതിയിലുള്ള ഒരു ബന്ധം, താബിഉൻ വമത്ബൂഉൻ, ഒരു തുടരുന്നവൻ, ഒരു തുടരപ്പെടുന്നവൻ, ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം, ഒരു പദ്ധതി, ഒരു വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽ അർളി ബിഅൻ യകൂന ഫിൽ അർളി ഷൈഖുൻ വമുരീദുൻ വസാഹിബുൻ വമസ്ഹൂബുൻ വതാബിഉൻ വമത്ബൂഉ. ഭൂമി ലോകത്ത് അത്തരമൊരു വ്യവസ്ഥ ജഗന്നിയന്താവായ നാഥൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് തുടങ്ങിയതാണിത്. മില്ലദുൻ ആദം എന്ന് അവസാനിക്കും ഇലാ യൗമിൽ ഖിയാമ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന നാൾ വരെ നിലനിൽക്കുന്ന ഒരു ചര്യയായി